ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പാടും, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എറണാകുളത്തിന്റെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ എല്ലാവരോടും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ആദ്യമേ തന്നെ ഈ സദസ്സിൽ ഈ ചുമതല ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ എറണാകുളം ജില്ലാ സമിതിയും ആ സമിതിയുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തി എന്നോട് നിങ്ങളെല്ലാവരും പ്രകടിപ്പിച്ച സ്നേഹാദരങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സ് നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ചെറുപ്പം മുതലേ സംഘത്തിന്റെ ശാഖയിലൂടെയാണ് പൊതുരംഗത്തേക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, സംഘവുമായി ബന്ധപ്പെട്ടവരെല്ലാവരും പൊതുവെ അങ്ങനെ ബന്ധമില്ലാതെ വന്ന ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സംഘത്തിന്റെ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുരംഗത്തേക്ക് എന്ന് പറഞ്ഞിറങ്ങുന്നത് സംഘത്തിന്റെ ശാഖയിലൂടെയാണ്. ഇവിടെ ഇന്ന് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകൾ മുഴുവൻ അതിൽ സത്യമുള്ളതും അല്ലെങ്കിൽ ഒരുപക്ഷെ പെരുപ്പിച്ചതോ അതിശയോക്തിപരമായിട്ടുള്ളതോ ഒക്കെ ഉണ്ടാവാം. ഒരു പ്രസംഗമാവുമ്പോഴും ഒക്കെ ഉണ്ടാവാം. അതിനൊക്കെ ഉത്തരവാദി എന്ന് പറയുന്നത് എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേപോലെ സമ്മതിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ അത് നമ്മളെല്ലാം ചെറുപ്പത്തിലേ പോയി സംഘത്തിന്റെ ശാഖയിലൂടെ വളർന്നതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം ഓരോ ചുമതലയെ ഏൽക്കാൻ പ്രാപ്തരാകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നു, വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നു, എന്നെ പോലുള്ള ഒരു സാധാരണ പ്രവർത്തകന് ഇത്തരത്തിലുള്ള ഒരു ചുമതല ഏൽക്കാൻ ഞാൻ ബോധപൂർവമാണ് സ്ഥാനം എന്ന വാക്ക് ഉപയോഗിക്കാത്തത്. സംഘത്തിന്റെ ചെറുപ്പം മുതലേ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ ചുമതല ഏൽക്കുക എന്നുള്ളതാണ്. ചുമതലയ്ക്കും സ്ഥാനത്തിനും പദവിക്കും ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അതിന്റെ അർത്ഥതലങ്ങളിൽ വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ ചുമതലയാണ് ഏറ്റെടുക്കുന്നത്, സ്ഥാനമല്ല എന്നൊരു വിശ്വാസമാണ് എനിക്കും നിങ്ങളിലുള്ള എല്ലാവർക്കും അങ്ങനെയായിരിക്കും. അപ്പൊ സ്ഥാനലബ്ധിയിൽ അനുമോദനം എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഈ ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്ന് കൃത്യമായ ധാരണ ഇതിന്റെ സംഘാടകർക്കുണ്ട്. മറിച്ച് നമ്മളൊരു പുതിയ ചുമതല ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സംഘടനയും സമൂഹവും ഒറ്റക്കെട്ടായിട്ടുണ്ട്. സമാജം വളരെ വലിയ പ്രതീക്ഷ നമ്മളിലൊക്കെ അർപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളൊരു ചെറിയ പോസ്റ്റ് ഇടുമ്പോൾ അവരുടെ പ്രതികരണം വളരെ രൂക്ഷമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ? നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടെ? നിങ്ങൾ എന്തിനാണ് ഈ ചുമതലയിൽ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് എപ്പോഴും അതെല്ലാം അവരുടെ പ്രതീക്ഷയാണ്. സമാജം വളരെ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ പ്രതീക്ഷ നിർവഹിക്കാൻ, അല്ലെങ്കിൽ ആ പ്രതീക്ഷ നിർവഹിക്കേണ്ടത് നിങ്ങളാണ് എന്ന് അവർ കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ അകലിക്കുന്നു. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് സംഘടനയ്ക്കോ സംഘടനയുടെ ചുമതലയിൽ ഇരിക്കുന്നവർക്കോ എത്താൻ കഴിയാതെ വരുമ്പോഴുള്ള രോഷം അവർ പ്രകടിപ്പിക്കുന്നു. അതിനെ നല്ല അർത്ഥത്തിലും ശരിയായ അർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സംഘാടകന്മാരുടെ ചുമതല നിർവഹിക്കുന്നവരുടെ ദൗത്യം. ആ ദൗത്യം നിർവഹിക്കാൻ എന്നോടൊപ്പമുള്ള ആളുകൾ എനിക്ക് കരുത്തായിത്തീരും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ വൈക്കത്ത് ഈ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാനത് ഇവിടെ പ്രസക്തമാണെന്ന് വിചാരിക്കുന്നു. കാരണം ഗുരുജി അന്തരിച്ച സമയത്ത് ദേവറസിയെ സംഘത്തിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ, സർസംഘചാലക ചുമതല ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് ഞാനും നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളത്. കാരണം ആ ചുമതല ഏറ്റെടുക്കുമ്പോൾ ദേവസ്വി പറയുന്നു, ഗുരുജിയെ പോലെ 33 വർഷം, ഇവിടെ 17 വർഷം ആണ് ശശികല ടീച്ചർ ചുമതല ഏറ്റെടുക്കുന്നത്. 33 വർഷമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക ചുമതല ഗുരുജി നിർവഹിച്ചത്.
അക്രോസ് ദ കൺട്രി. എന്താ പറയാ, അദ്ദേഹം എത്താത്ത, ശശീന്ദ്രൻ ടീച്ചർ എത്താത്ത ഗ്രാമമില്ല എന്ന് പറയുന്നത് ഗുരുജി എത്താത്ത ഗ്രാമങ്ങളില്ല, അല്ലെങ്കിൽ നഗരങ്ങളില്ല. അപ്പൊ അങ്ങനെയുള്ള ഗുരുജി നയിച്ച സംഘത്തിന്റെ ചുമതല ദേവസ്വം ഏൽപ്പിച്ചു. ദേവസ്വം പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് നമ്മളെ എല്ലാവരുടെയും ഏത് കാര്യത്തിനും ഉദാഹരണം നമുക്ക് കിട്ടും. ഗുരുജിയുടെ ദേവസ്വം പറഞ്ഞത് മാത്രം എനിക്ക് ഞാൻ ഭയപ്പെടുന്നത് എന്തിനാണ്? എനിക്ക് യാതൊരു ഭയമില്ല. കാരണം എന്നെ സഹായിക്കാൻ, എന്നോടൊപ്പം എന്റെ പ്രവർത്തനത്തിന് കരുത്താകാൻ ദേവദുർലഭമായിട്ടുള്ള പ്രവർത്തകന്റെ ഒരു ഗണമുണ്ട്. ഒരു പ്രവർത്തക ഗണം എന്റെ കൂടെയുണ്ട്. അപ്പൊ ദേവന്മാർക്ക് പോലും അസൂയ തോന്നുന്ന സംഘാടക മികവുള്ള പ്രവർത്തകര് എന്റെ ചുറ്റുമുള്ളപ്പോൾ, എന്നോടൊപ്പം ഉള്ളപ്പോൾ ഞാനിതിന് ഭയപ്പെടണം? ഈ ഒരു ചോദ്യമാണ് ദേവസ്വി അന്ന് ഉയർത്തിയത്. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. വളരെ ദീർഘകാലം ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം നടത്തി ആ ഹിന്ദു ഐക്യവേദിയെ ഇന്ന് കേരളത്തിന്റെ മണ്ഡലത്തിൽ അവഗണിക്കാനാവാത്ത ഒരു സംഘടനാ ശക്തിയായിട്ട് വളർത്തിയിട്ടുള്ളത് ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ ചുമതലയിലിരിക്കുന്നവരാണ്. അവരാണ് എന്റെ ചുറ്റുമുള്ളത്. തീർച്ചയായും അവരുടെ സഹകരണത്തോടു കൂടി ഹിന്ദു ഐക്യവേദിയെ ടീച്ചർ നയിച്ച അതേ പാതയിലൂടെ, അതേ വേഗത്തിൽ, അതേ ശൈലിയിൽ, അല്ലെങ്കിൽ സമൂഹം പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഹിന്ദു ഐക്യവേദിയെ കൊണ്ടുപോകാൻ എല്ലാവരും ചേർന്ന്, കാരണം ഇതിപ്പോ ഒരാളുടെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമൊന്നും നമ്മുടെ സംഘപ്രസ്ഥാനത്തിൽ ഇല്ല. കളക്റ്റീവ് ഡിസിഷൻസ് ആണല്ല, കളക്റ്റീവായിട്ടുള്ള പ്രവർത്തനമാണ്. ഒരു പരാജയം ആരുടെയെങ്കിലും മുകളിലിട്ട് അയാളെ താഴ്ത്തുകയോ അല്ലെങ്കിൽ ഒരു വിജയം ഒരാളുടെ മാത്രമായിട്ട് ഉയർത്തിക്കാട്ടുകയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം ഇതെല്ലാം കൂട്ടായ പ്രവർത്തനമാണ്. ആ കൂട്ടായ പ്രവർത്തനം ഇനിയും ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. നമുക്ക് കേരളത്തിന് സാധിക്കും. ഞാൻ ഒരു വലിയ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. പക്ഷെ കേരളം ഒരു വലിയ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷെ കഴിഞ്ഞ 20 വർഷത്തെ ഹിന്ദു ഐക്യവേദിയുടെ 22 വർഷത്തെ ഹിന്ദു ഐക്യവേദിയുടെ നിരന്തരമായ പരിശ്രമം, ആ പരിശ്രമം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുരുങ്ങിയത് കേരളത്തിലെ ഹിന്ദു സമൂഹം ജാതിക്ക് അതീതമായിട്ടോ രാഷ്ട്രീയത്തിന് അതീതമായിട്ടോ ഏകീകരിക്കുന്നതിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് 2019 ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ വലിയ ഒരു വികാരം, ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഉയർന്നു വന്ന വികാരം വോട്ടായി മാറി, ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഒരു വോട്ടായിട്ട് മാറി. എന്നാൽ അതിനേക്കാൾ ആലോചിക്കണം, ശബരിമല പോലുള്ള ഒരു വിഷയത്തോടുള്ള പ്രതികരണത്തിൽ കിട്ടിയ വോട്ടിനേക്കാൾ 3.6% വോട്ട് ഈ 2024 പോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ, 2019 കിട്ടിയതിനേക്കാൾ 3.6% വോട്ട് പോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നാമൊക്കെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊട്ടക്കൊത്തളങ്ങളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ഒഴുക്ക് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായതിന്റെ കാരണം നാം നടത്തിയ പ്രവർത്തനത്തിന്റേതാണ്, നാം നടത്തിയ പോരാട്ടങ്ങളുടേതാണ്, നാം ഉയർത്തിയ വിഷയങ്ങളുടേതാണ്. ആ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. അത് വർക്കലയിൽ നിന്നാണ്. വർക്കലയിലെ ഒരു ക്ഷേത്രത്തിന്റെ സ്ഥലം പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടി ലേലം ചെയ്തു കൊടുക്കുന്ന ഒരു വിഷയം ഉണ്ടായി. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിവേദനം കൊടുത്തിരുന്നു, പ്രസ് മീറ്റ് നടത്തിയിരുന്നു, ഇതെല്ലാം നടത്തി. പക്ഷേ ആ തീരുമാനമായിട്ട് അവർ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് വർക്കലയില് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ആ ലേല നടപടികൾ തടഞ്ഞുകൊണ്ടുണ്ടായി. പോലീസ് വന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. നമ്മുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ, നമ്മുടെ പെൺകുട്ടികളുടെ മാനം സംരക്ഷിക്കാൻ, നമ്മുടെ ജനതയുടെ ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടെ നേരത്തെ ഇവിടെ ഉയർത്തിയ പല പ്രശ്നങ്ങളുണ്ട്. സ്വാവലംബത്തോടു കൂടിയിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു സമാജത്തെ ആർക്കും എതിരായിട്ടല്ല, ആരെയും തോൽപ്പിക്കാനില്ല. അത് ഇവിടെ ബെന്നിസ് സാർ പറഞ്ഞു വളരെ കൃത്യമായി. ഹിന്ദുവിന്റെ സഹജമായ സ്വഭാവമുണ്ട്, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായി കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്. ആ ബുദ്ധിമുട്ടുകൾ ഹിന്ദു നേരെ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് മാത്രമേ അതിനെ പരിഹരിക്കാൻ കഴിയുള്ളൂ. ആ ശക്തമായ ഹൈന്ദവ ഏകീകരണത്തിന്റെ, ഹിന്ദു സമൂഹത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് ആത്മധൈര്യത്തോടെ, ആത്മബോധത്തോടെ ഹിന്ദു സമൂഹത്തെ നയിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ എന്നോട് കാണിച്ച സ്നേഹധാരങ്ങൾക്ക് ഒരിക്കൽ കൂടി വലിയ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ വന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കാണിച്ച സന്മനസ്സിനും
ഇവിടെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് ആൾക്കാർ സദസ്സിലിരിപ്പുണ്ട്. അവരോടൊക്കെ ഞാൻ എന്റെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബാബുചേട്ടന്റെ വാക്കുകൾ ഹിന്ദു സമൂഹത്തിന് പുതിയ ഉണർവായി മാറട്ടെ, പ്രവർത്തനത്തിനുള്ള ഊർജമായി മാറട്ടെ. ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് എറണാകുളം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലാണ്. ഹിന്ദു ഐക്യവേദിയുടെ വളരെ ഭംഗിയായി തന്നെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ഇതിൽ ബാബുചേട്ടൻ ഏറ്റവും നന്നായി തന്നെ ആദരിക്കപ്പെട്ടു. എല്ലാം വളരെ സന്തോഷമായ നിമിഷങ്ങളായിരുന്നു, ധന്യതയാർന്ന നിമിഷങ്ങളായിരുന്നു. അടുത്തത് ഈ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കലാണ്. ശ്രീ AV കലേശൻ, അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കൃതജ്ഞത പറഞ്ഞ് ശാന്തി മന്ത്രത്തോടുകൂടി നമുക്ക് ഈ ചടങ്ങ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. കേരള നവോത്ഥാനം ഹിന്ദു ഐക്യത്തിലൂടെ എന്ന സന്ദേശം പകർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായി നമ്മളിവിടെ ആദരിച്ച ശ്രീ ബാബുചേട്ടന് നൽകുന്ന ഈ സ്വീകരണത്തില്, ആദരവില്, ആദരണ യോഗത്തില് അധ്യക്ഷത വഹിച്ച ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ AVS നമ്പൂതിരി സാറിന് ആദ്യമായി ഈ അനുമോദന സദസ്സിന്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും അനുമോദനവും ഏറ്റുവാങ്ങിക്കൊണ്ട് സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രചോദനമേകിയ ശ്രീ RV ബാബുചേട്ടന് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സമിതിയുടെ പേരിലും ഈ എറണാകുളം പൗരസമിതിയുടെ പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹിന്ദു ഐക്യവേദിയുടെ ക്ഷണം സ്വീകരിച്ച് ഈ പൗരാവലി സ്വീകരണത്തിന് ആദരം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വേദിയെ ധന്യമാക്കിയ ഓരോരുത്തർക്കും പ്രത്യേകം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് അവരത് മനസ്സിലാക്കുമെന്നുള്ള ആഗ്രഹത്തോടെ വേദിയെ ധന്യമാക്കിയ എല്ലാ മഹത് വ്യക്തികൾക്കും ഒറ്റവാക്കില് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ ജില്ലയുടെ ഭാരവാഹികളും ഇവിടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സാമുദായിക സംഘടനകളുടെ സംഘപരിവാർ സംഘടനകളുടെ കാര്യകർത്താക്കന്മാർ, താലൂക്കിന്റെ കാര്യകർത്താക്കന്മാർ, എല്ലാവർക്കും ഈ ധന്യമുഹൂർത്തത്തിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ശാന്തി മന്ത്രമാണ്, ഒരു വരി ചൊല്ലിത്തരും, ബാക്കി നമ്മളെല്ലാവരും ഏറ്റുചൊല്ലുന്നു. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ 2 ദിവസം കിട്ടാനായപ്പോഴേക്കും സംശയം, അതിന് 2 ദിവസം വിളിച്ചത്. അപ്പൊ ഞാൻ ഇത് യാത്രയിലായിരിക്കും. ഓഫ് ചെയ്തോ?